എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെർളയത്താണ് കേട്ടോ. കുന്നംകുളം അടുത്ത് തന്നെയാണ്. ചെർളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കുറച്ചധികം നാളായി ഈ അമ്പലത്തിൽ വന്നിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ കുഞ്ഞൻ കുറേ നാളായി പറയുന്നു, നീ ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ പരിസരത്ത് അത്ര അടുത്തായിട്ട് എൻ്റെ അറിവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇല്ല കേട്ടോ. അപ്പോൾ സ്വാമിയുടെ അമ്പലത്തിൽ വന്നിട്ടൊന്ന് വീഡിയോ ചെയ്യണം കുറച്ച് നാളായി പറയുന്നു. വരാൻ പറ്റാറില്ല, നമുക്ക് സൺഡേ മാത്രമല്ലേ മുടക്കുള്ളൂ, അതുകൊണ്ട് പറ്റാറില്ല. പിന്നെ എന്തായാലും ഇറങ്ങി. അമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കധികം പറഞ്ഞു തരാൻ അറിയില്ല. നമുക്ക് ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റികളിലെ മെമ്പേഴ്സിനോടൊക്കെ ഒന്ന് ചോദിക്കാം, അവർ പറഞ്ഞു തരും. പോവാം ഇതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ പോയി കതിരൊക്കെ വാങ്ങിട്ടോ. ഇന്ന് കതിരൊക്കെ പറഞ്ഞിട്ട് വന്നോന്നല്ല, കുറെ നാളായില്ല. ഇപ്പൊ ഈ മാസം കഴിഞ്ഞതിന് മുന്നേ ഒന്ന് വന്ന് തൊഴണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ലൊരു ദിവസമായി. അപ്പൊ ഇതൊക്കെ വാങ്ങി വന്നു. ഇനിയിപ്പോ നമുക്ക് പോവാം. ഇവിടെ പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോസ് സംസാരിച്ച് കേൾക്കില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടായിരുന്നു. ചായ രാവിലെ തൊഴുതു ചായയൊക്കെ കുടിച്ചിട്ടോ. ഒരു മാസം ഉണ്ട് ഇത്. ഇന്നെന്തായാലും ഇഡലി, സാമ്പാർ, പിന്നെന്താണ് ചുക്ക് കാപ്പി അല്ലേ, ചുക്ക് കാപ്പി, ശർക്കര ഇട്ട ചുക്ക് കാപ്പി. പിന്നെന്തോ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ ഇവിടുത്തെ മെമ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവരാദ്യം പരിചയപ്പെടാം. പേരെന്തായിരുന്നു? അഡ്വക്കേറ്റ് ആണ് കേട്ടാ. വിനോദ്. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഈ ക്ഷേത്രം ചെർളയം ശ്രീരാമസ്വാമി ക്ഷേത്രം ട്രസ്റ്റ് എന്ന സംഘടനയുടെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത് ചെർളയം സ്വരൂപത്തിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു. ഇവിടെ മുഖ്യ പ്രതിഷ്ഠ ശ്രീരാമനും പിന്നെ ശ്രീകോവിലിൽ പട്ടാഭിഷിക്തനായ ശ്രീരാമനും ലക്ഷ്മണൻ, സീത, ഹനുമാൻ എന്നിവരും വിഗ്രഹരൂപത്തിലും ഭരതശത്രുഘ്നന്മാർ സങ്കല്പത്തിലും ആരാധിച്ചു വരുന്നു. കൂടാതെ ഇവിടെ ഉപദേവതകളായി തിരുമാണ്ടാംകുന്ന് ഭഗവതി, പരമശിവൻ, വേട്ടേക്കരൻ, ഗണപതി എന്നിവരും ആരാധിക്കുന്നുണ്ട്. ഇത് ചെർളയം സ്വരൂപത്തിന് കീഴിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ചെർളയം രാജവംശത്തിന് കീഴിലായിരുന്നു. അത് നിലവിൽ ഒരു ക്ഷേത്രം ട്രസ്റ്റാണ് നടത്തിയിരുന്നത്. ഇത് ഈ എല്ലാ രാമായണത്തിലെ എല്ലാവരും ഉള്ളതിനാൽ ഇത് നാലമ്പല ദർശനത്തിന് തുല്യമായ ഒരു അനുഭവമാണ് ഇവിടെ ദർശനം നടന്നുകൊണ്ടുണ്ടാവുന്നത്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പട്ടാഭിഷേക ശ്രീരാമ സങ്കല്പം വളരെ അപൂർവമായിട്ട് മാത്രമാണ് കേരളത്തിൽ തന്നെ നിലവിലുള്ളത്. ശരിക്കും നാലമ്പലം തൊഴുന്നതിന്റെ പുണ്യം ഈ ഒറ്റ ദർശനത്തിൽ ലഭ്യമാവുമെന്നാണ് ചരിത്രരേഖകളിലൊക്കെ പറയുന്നത്. കർക്കിടക മാസത്തില് കർക്കിടകം 1 മുതൽ ചിങ്ങം 1 വരെ ഞങ്ങൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, രാമായണ പാരായണം, അതുപോലെ രാവിലെ പ്രഭാത ഭക്ഷണം അന്നദാനമായിട്ട് നൽകുന്നു. അങ്ങനെയുള്ള പിന്നെ വിശേഷാൽ വഴിപാടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന വിശേഷ വഴിപാട് നെയ്ക്കിണ്ടി സമർപ്പണം. വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ നെയ്ക്കിണ്ടി സമർപ്പിക്കുക ഒരു പ്രധാന വഴിപാടാണ്. ഞങ്ങളപ്പം ഇപ്പോൾ ചേരുന്നത് ക്ഷേത്രത്തിന്റെ ഊരാളനാണ്, ശശിധര രാജ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മിക്കവാറും എല്ലാ പരിപാടികളും നടക്കുന്നത്. ചെർളയം സ്വരൂപത്തിലെ മുതിർന്ന കാരണവരാണ്. ഒരുപാട് സന്തോഷല്ലേ. തലപ്പള്ളി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ഈ അമ്പലം ഉണ്ടായിരുന്നത്. ചെർളയം അമ്പലം മാത്രമല്ല, ഒരുപാട് അമ്പലങ്ങൾ ഈ രാജവംശത്തിന്റെ കീഴിലാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് ചെർളയം. കാരണം ഇവിടെ നിന്നുള്ള രാജവംശത്തിലെ ഊരാൾമയിലാണ് ഇവിടുത്തെ എല്ലാ നിത്യനിയ ചടങ്ങുകളൊക്കെ നടന്നത്. ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് വന്നതോടുകൂടി ഇപ്പോൾ നല്ല വിപുലമായ രീതിയിൽ ഇപ്പോൾ ജനപങ്കാളിത്തത്തോടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും രാമായണ മാസത്തിലും പുണ്യമാസത്തിലും മറ്റുള്ള ദിവസങ്ങളിൽ ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ എല്ലാ വഴിപാടുകളും നടക്കുന്നുണ്ട്. ശരിക്കും സങ്കല്പത്തിലുള്ള ശ്രീരാമ പ്രതിഷ്ഠയാലും സങ്കല്പത്തിൽ ശത്രുഘ്നൻ ഭരതൻ ഇവരാലും വളരെ സമ്പൂർണ്ണമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. നാലമ്പല ദർശനത്തിന് തുല്യ പ്രാധാന്യമുള്ള ഒരു അമ്പലം കൂടിയാണ്. പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ പട്ടാഭിഷേക രൂപത്തിലാണ്. മറ്റുള്ളപ്പോൾ കടവല്ലൂര് അതുപോലെ തൃപ്രയാറൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ല, ഒറ്റയ്ക്കാണ് ശ്രീരാമൻ. പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കുക ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒപ്പമുള്ള ഒരു അവസ്ഥയാണ്.
പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ വനവാസം കഴിഞ്ഞ് വന്ന് ശ്രീരാമനെ ചക്രവർത്തിയായിട്ട് വാഴിക്കുകയാണ്. ശ്രീരാമനെ ചക്രവർത്തിയായിട്ട് വാഴിക്കുമ്പോൾ ഒപ്പം എല്ലാവരും ഒപ്പമുണ്ട്. ഈവൻ മുനീശ്വരന്മാർ വരെ കൂടെ ഉണ്ടെന്നാണ് ആ സങ്കല്പം. അപ്പൊ അതുകൊണ്ട് വളരെ വിശിഷ്ടമായൊരു പ്രതിഷ്ഠയാണ്. അതായത് രാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യണ മാസം കഴിഞ്ഞ് രാമരാവണ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീരാമനെ ചക്രവർത്തിയായിട്ട് വാഴിക്കാൻ പട്ടാഭിഷേകം ചെയ്യണത്. അയോധ്യയിലെ ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്തതിന് ശേഷമുള്ള ആ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് രാമായണ മാസത്തെ കാര്യങ്ങളാണല്ലോ. ഇനി അതല്ലാതെ എങ്ങനെയാണ് വേറെ വല്ല ഉത്സവങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ നടത്താറ്? ഈ ക്ഷേത്രത്തിന് ഗുരുവായൂർ അമ്പലമായിട്ട് ഭയങ്കര അധികം ബന്ധമുണ്ട്. കാരണം വെച്ചാല് മുൻകാലങ്ങളിൽ പണ്ട് കാലത്ത് ഗുരുവായൂർ അമ്പലത്തില് ഏകാദശി വിളക്ക് നടത്തുന്ന ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ടായിരുന്നു ഈ ചെർളയൻ രാജകുടുംബത്തിന്റെ വക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അഷ്ടമി രോഹിണി, അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശിയൊക്കെ സമുചിതമായിട്ട് ആചരിക്കുന്നു. അഷ്ടമി രോഹിണി, അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശി എന്നിവയ്ക്കൊക്കെ നമ്മളിവിടെ ശ്രീരാമസ്വാമിക്ക് ഒരു കുടം പാൽപ്പായസം എന്ന് പറഞ്ഞൊരു വഴിപാട് നടത്തുന്നു. പിന്നെ അതുപോലെ തന്നെ തുലാമാസത്തിൽ ഇവിടെ വേട്ടേക്കരൻ പാട്ട്, ഭഗവതി പാട്ട്, തിരുവാണ്ടാംകുന്ന് ഭഗവതിക്ക് പാട്ട്, അതുപോലെ വേട്ടേക്കരന് കളമെഴുത്ത് പാട്ട് എന്നിവയും, പിന്നെ അതുപോലെ തന്നെ മീനമാസത്തിലെ പുണർന്ന നക്ഷത്രമാണ് ഇവിടെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും അതാണ് ഇവിടുത്തെ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്, മീനമാസത്തിലെ പുണർന്ന നക്ഷത്രം. പിന്നെ അതുപോലെ തന്നെ ഉത്സവത്തിന് എങ്ങനെയാ ഇവിടെ എന്താ ഉത്സവത്തിന്റെ ചടങ്ങുകൾ എങ്ങനെയാ? പ്രതിഷ്ഠാദിനം അതെങ്ങനെ? ദേശത്തെ കമ്മിറ്റികൾ അങ്ങനെ കമ്മിറ്റികളുടെ പൂരങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സംഗീതോത്സവം 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ടാവും. സംഗീതോത്സവം, പിന്നെ അതുപോലെ തന്നെ മറ്റ് പൂജാതി കർമ്മങ്ങൾ, ശുദ്ധി ചടങ്ങുകളൊക്കെ ഉണ്ടാവും. ഉത്സവം എന്ന് പറയുമ്പോ എന്താ ഈ കാവടി, നാസരം അങ്ങനെ ആന ഉണ്ടാവും? ആന ഉണ്ടാവാറില്ല, ആന പാടില്ല എന്നുള്ളൊരു ഇതാണ്. ദേശത്തുനിന്ന് പല കമ്മിറ്റികളും എഴുന്നള്ളിപ്പുകളായിട്ട് വന്നിട്ട് ഇവിടെ പങ്കെടുക്കാറുണ്ട്. അത് മീനമാസത്തിലെ പുണർന്ന നക്ഷത്രം പ്രതിഷ്ഠാദിനാണ് ഒരു ഉത്സവമായിട്ട് നടത്തുന്നത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ എല്ലാ പുണർന്ന നാളിലും പുണർന്ന വാരം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടാവാറുണ്ട്. അതായത് ഈ ദേവനെ മന്ത്രങ്ങൾ ചൊല്ലി കേൾപ്പിക്കുന്ന ഒരു വഴിപാടാണത്. അത് എല്ലാ പുണർന്ന നക്ഷത്രവും വൈകുന്നേരങ്ങളിൽ നടക്കും. പിന്നെ അത് കഴിഞ്ഞ വൈകുന്നേരം അതിന്റെ ഭാഗമായിട്ട് പുണർന്ന വാരസദ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സദ്യ ഉണ്ടാവും. അതൊരു ആചാരപരമായിട്ടുള്ള വളരെയധികം വിശേഷപ്പെട്ട ഒരു ചടങ്ങാണത്. എല്ലാ മാസവും ഉണ്ടാവും പുണർന്ന നക്ഷത്രം. പിന്നെ ഇപ്പൊ രാമായണ മാസത്തില് കാലത്ത് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, പിന്നെ ദർശനം മാത്രമേ ഉള്ളൂ. ഈ രാമായണ പാരായണം ഇപ്പൊ എങ്ങനെ? ഇപ്പൊ നമ്മൾ വന്നപ്പോൾ രാമായണ പാരായണം കേട്ടു. അതെങ്ങനെയാ? അത് മലയാള മാസം, രാമായണ മാസം, കർക്കിടക മാസം 1-ാം തീയതി മുതലേ കർക്കിടകം 31 വരെ. കർക്കിടകം 1 മുതൽ കർക്കിടകം 31 വരെ. അതെങ്ങനെ? കാലത്ത് എത്ര മണി മുതലാ? അത് ഒരു 7 മണി മുതൽ ആരംഭിക്കും. അത് ഏകദേശം 10 മണി വരെ ഉണ്ട്. വൈകിട്ട്, അതായത് രാമായണ മാസത്തിൽ ബാക്കി ദിവസം വൈകിട്ട് എന്തെങ്കിലും ഉണ്ടോ? വൈകിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവിടെ ചുറ്റുവിളക്കുകൾ ഉണ്ടാവാറുണ്ട്. ഭഗവതിക്കും ശിവനും ചുറ്റുവിളക്ക് ഉണ്ടാവും. അത് എല്ലാ ദിവസവും ഈ 32 ദിവസവും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ രാമായണം വായിക്കുന്നതെന്ന് പറഞ്ഞാൽ 8:30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സുന്ദരകാന്ഡമായിരുന്നു. സുന്ദരകാന്ഡമാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം. ആ സുന്ദരകാന്ഡം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ രാമായണത്തിന്റെ എന്താ പറയുക ഒരു ഹൃദയം എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. അതായത് ഹനുമാനും ശ്രീരാമനൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമാണ്. ആ ഭാഗം മാത്രം വായിക്കുന്ന ഒരു വഴിപാടുണ്ട് ഇവിടെ. അത് വളരെയധികം വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും വഴിപാടായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വായിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ദേവസ്വമൊക്കെ ആളെ ഏർപ്പെടുത്തി വായിച്ചു കൊടുക്കും. അതായത് 8:30 മുതൽ 10 മണി വരെ ഉണ്ടാവും. 1.5 മണിക്കൂർ ഇരുന്ന് വായിക്കും. ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്നത് ഹനുമാനും ശ്രീരാമനും കൂടിയിട്ട് കണ്ടുമുട്ടുന്ന മുതൽ ശ്രീരാമൻ പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി മന്ത്രമോദരായിട്ട് പോണത് ആ ഒരു ഇതുവരെ ലങ്കയ്ക്ക് എത്തണ വരെയാണോ? അന്ത്യായി മുഴുവൻ അല്ലേ? പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇപ്പൊ രാമായണ മാസം, പിന്നെ അതേപോലെ തന്നെ പ്രതിഷ്ഠ, അത് കൂടാണ്ട് അമ്പലത്തിൽ വേറെ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? രാമാസത്തിലെ പ്രതിഷ്ഠ, വേട്ടേക്കരൻ പാട്ട്, ഭഗവതി പാട്ട്, ഭഗവതിക്കും തിരുവണ്ണാമൂന്ന് ഭഗവതിക്കും വേട്ടേക്കരനും കളമെഴുത്ത് പാട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കളമെഴുത്ത് പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് വേട്ടേക്കാരന്റെ രൂപം വരച്ചിട്ട് കളമെഴുത്ത് പാട്ട്. പിന്നെ തിരുമാന്താംകുന്ന് ഭഗവതിക്ക് അത് രൂപക്കളം തന്നെ, അത് പത്മ ദേവിയുടെ പത്മകളം പോലെ രൂപക്കളം വരച്ചിട്ട് പാട്ട് അല്ലേ?
കന്നിമാസത്തിൽ പിന്നെ ഇവിടെ വളരെയധികം പഴക്കമുള്ള ഒരു നാഗക്കാവുണ്ട്. ആ നാഗക്കാവില് എല്ലാ ആയില്യം നാളിലും നാഗപൂജ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കന്നിമാസത്തില് പ്രത്യേക വലിയ പൂജ വരും, അതും എല്ലാ കൊല്ലം ആചരിക്കുന്നുണ്ട്. ഈ കർക്കിടക മാസം നമ്മൾ കണ്ടൊരു പ്രത്യേകത, ഭക്തജന തിരക്ക് അഭൂതപൂർവമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് ഈ വർഷത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങളൊക്കെ തന്നെ തൊഴുത ഒരു ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ ദൂരദിക്കിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പണ്ടൊക്കെ ചെറുളയത്തെ ഈ ദേശത്തു നിന്നായിരുന്നു എല്ലാ ഭക്തരും എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ദൂരദേശങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ നാലമ്പല പുണ്യദർശനം പലർക്കും അനുഭവപ്പെട്ടു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം ഇത്രയധികം ഭക്തജനപ്രവാഹം ഇവിടേക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു ഏകദേശം എത്ര വർഷമായിണ്ട് ഇപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകൾ നന്നായി ആളുകളിലേക്കൊക്കെ എത്തി തുടങ്ങിയിട്ട്, അമ്പലത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ട് കൂടുതൽ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി ഉണ്ടാവും? ഒരു 4 വർഷം, 4-5 വർഷമായിട്ടുണ്ടാവും. നമ്മളും ഇങ്ങനെ കൂടുതലായിട്ട് ഈ അമ്പലത്തെ കുറിച്ചിട്ട് അറിഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം അത്രയല്ല, അതാണ് ചോദിക്കുക. അമ്പലം ഒരു കാലത്ത് സ്വന്തമായിട്ട് ആനയൊക്കെ ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു. അത്രയും ചരിത്ര പ്രാധാന്യമുള്ള അമ്പലമായിരുന്നു. ഉത്സവം നടത്തിയായിരുന്നു. ദേവസ്ഥത്തില് ഏറ്റവും ഇവിടുത്തെ പ്രശസ്തനായിട്ടുള്ളൊരു വലിയ കൊമ്പൻ തന്നെ ഉണ്ടായിരുന്നു ഈ അമ്പലത്തിൽ സ്വന്തമായിട്ട്. അപ്പം അത്രയും നല്ല ധനാഢ്യന്മാരായിട്ടുള്ളൊരു ഊരാളന്മാരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കാലക്രമേണ അവരുടെ അധികാരങ്ങൾ കുറയും, പിന്നെ അവർക്കുള്ള വരുമാന സ്രോതസ്സുകൾ കുറയുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ജനങ്ങളിലേക്ക് അവർ ഏൽപ്പിച്ചു കൊടുക്കുകയും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഊരാളന്മാരുടെ നേതൃത്വത്തിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നടന്നു വരികയാണ്. അതായത് നമ്മളുടെ ഇപ്പൊ ഈ കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട് ഭാഗത്തെ ഇപ്പൊ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത് തന്നെയല്ലേ ഉള്ളൂ? പിന്നെ ആ വെള്ളറക്കാടുണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഈ കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട് ഭാഗത്ത് ശരിക്കും ഇവിടെ വന്ന് തൊഴുത് ഇപ്പൊ ഇവിടുത്തെ സങ്കല്പം അനുസരിച്ച് ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ നാലമ്പലത്തിൽ പോയി തൊഴുത ആ ഒരു പുണ്യം. നമ്മൾ പ്രതിഷ്ഠ ദിനത്തിന് സ്റ്റേജ് പ്രോഗ്രാം എന്നതാണെന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ എങ്ങനെയാണ്? ആ പ്രതിഷ്ഠ ദിനത്തിന്റെ അന്ന് മാത്രമാണോ? അല്ല, അത് ശ്രീരാമസ്വാമിയുടെ ജന്മനക്ഷത്രമായ പുണർന്ന നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ, മീനമാസത്തിലെ പുണർന്ന നക്ഷത്രം. അതിന്റെ ഭാഗമായിട്ട് 3 ദിവസത്തെ സംഗീതോത്സവം അങ്ങനത്തെ ചടങ്ങ് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് 3 ദിവസവും മുഴുവൻ നേരത്തെ അന്നദാനം ഉണ്ടാവും, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. പിന്നെ അതുപോലെ തന്നെ മറ്റേ പുണർന്ന നക്ഷത്രത്തിന്റെ അന്ന്, അതായത് പ്രതിഷ്ഠാനത്തിന്റെ അന്ന് വിശേഷാൽ സദ്യ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, തിരുവാതിരക്കളി. അപ്പൊ അന്നാണ് നമുക്കത് മനസ്സിലായത്, അന്നദാനം ഉണ്ട്. അതുപോലെ അന്ന് പ്രോഗ്രാമിന്റെ മോളുടെ പ്രോഗ്രാമും എന്റെ പ്രോഗ്രാമും കൂടിയിട്ട് കുറെ ഡേറ്റ് നീക്കിയിട്ടൊക്കെയാണ്, കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയവും ഒക്കെ കൂടെ പറ്റുമായിരുന്നു. പക്ഷെ നിങ്ങള് അവതരിപ്പിച്ചിട്ട് ഇത് നടപ്പുര നടപ്പുര ക്ഷേത്രം വികസിച്ചു വരുന്ന ഘട്ടമാണ്. ചെറിയൊരു ക്ഷേത്രം ആയതുകൊണ്ട് ഉള്ളിൽ സൗകര്യം കുറവാണ്. അതുകൊണ്ട് അത് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പുറത്തോട്ട് നടപ്പുര ഭക്തജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പണി തുടങ്ങുകയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ മുകളിലേക്കുള്ള വർക്കുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ കയ്യിൽ ഉദാരമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നു. പിന്നെ ക്ഷേത്ര വരുമാനം കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ ദേശവാസികളുടെയൊക്കെ സഹകരണത്തോട് നടത്തുകയാണ്. സ്ഥലങ്ങളിലേക്കും റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ 1 മന്ത്, ഒരു മാസം അധികമായിട്ടില്ല. അല്ല, ഞങ്ങൾ ഒരു നവംബറിൽ വേട്ടകരന്മാർക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നവംബർ 2ാമത്തെ വെള്ളിശനിയായിരിക്കും, അത് തുലാമാസത്തില്. അതിന് കൂടെ ഭഗവതി പാട്ടും ഉണ്ട്. അപ്പൊ നവംബർ മാസത്തില് ഭഗവതിപ്പാട്ട്, നേരത്തെ തിരുമാനംകുന്ന് ഭഗവതിക്ക് പാട്ടും പിന്നെ വേട്ടക്കാരൻ പാട്ടും. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അവര് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ അമ്പലത്തിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ ഒരു കല്യാണത്തിനാണ് കേട്ടോ. അതൊരു 7-8 വർഷമായിട്ടുണ്ടാവും. പിന്നെ ഒരു തവണ വന്നിട്ടുണ്ട്, പിന്നെ കഴിഞ്ഞ തവണയാണ്. അപ്പോഴേക്കും ഈ പറയും പോലെ ഒരുപാട് ഇപ്പം എല്ലായിടത്തുനിന്നും അറിഞ്ഞു വരുന്ന ഒരു ഇതാണ്. ഇപ്പം എല്ലാവരും പറഞ്ഞല്ലോ 5 വർഷമായിട്ടാണ് ഈ ക്ഷേത്രം ഒന്നും കൂടെ എല്ലാവരിലേക്കും അറിഞ്ഞു വരുന്നത് എന്ന്. അപ്പോൾ ഈ പറയുമ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പോഴേ കേട്ടോ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ അടുത്തുള്ള പ്രദേശവാസികൾ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ 5 വർഷമായിട്ട് ഒരുപാട്, അതായത് കുറച്ച് അകലെന്നും എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വന്നു തുടങ്ങി. അപ്പോൾ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ വല്ല വഴിപാടുകൾ ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അതുപോലെ നമ്മൾ ഫോൺ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, സംസാരിക്കാം, ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം, വല്ല വഴിപാടുകളും ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.
ഇവിടെയാണ് നടപ്പുര നിർമ്മാണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ടാവും തോന്നുന്നു. തുടങ്ങിയിട്ടുണ്ട് അവര്. നവംബറോട് കൂടിയിട്ട് ഈ പണി പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പരിപാടി നടക്കുമ്പോഴേക്കും അല്ലെ, വേട്ടക്കാരൻ പരിപാടി നടക്കുമ്പോഴേക്കും വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും അത് സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതും സ്വാമിയുടെ അനുഗ്രഹം തന്നെ. അപ്പം ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ഇതിൽ നമ്പർ ഉണ്ട്, എന്നാലും നമുക്കൊന്നുകൂടി ചോദിക്കാം. അപ്പൊ കുന്നംകുളം വഴി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടും? കുന്നംകുളം ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെർളയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്ന് വരികയാണെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് വഴി നേരെ ഇറങ്ങി വന്നാൽ ആ വഴിയാണ് വരുന്നത്. അത് അവിടെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് വഴി വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ കക്കാട് മഹാഗണപതി ക്ഷേത്രം വഴിയാണെങ്കിൽ അതും അതുപോലെ തന്നെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു വന്നാൽ ക്ഷേത്രത്തിലേക്ക് എത്താം. അവിടെ ആ വഴിയിലും സൈൻ ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗുരുവായൂരിന് കുന്നംകുളം വഴിയിൽ വരുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് ഇറങ്ങി വന്ന് നേരെ കയറി വരുന്ന വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് എത്താം. ചെർളയം ചോദിച്ചെല്ലാവർക്കും അറിയാം. പിന്നെ വരുന്ന വഴിക്കൊക്കെ ചെർളയം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാം. രാവിലെ 5:30 മുതൽ 9:30 സാധാരണ ദിവസങ്ങളിൽ സമയക്രമം. കർക്കിടക മാസത്തിൽ രാവിലെ 5:30 മുതൽ 10:30 വരെ ക്ഷേത്രദർശനം ഉണ്ടായിരുന്നതാണ്. വൈകിട്ട് അതുപോലെ തന്നെ 5:30 മുതൽ 7 മണി വരെയാണ്. പ്രധാന വഴിപാടുകളൊക്കെ എങ്ങനെയാ ഇവിടെ സ്ഥിരം ഏറ്റവും വൈഷ്ണവ ക്ഷേത്രം എന്നതിലേക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാടാണ് നെയ്വിളക്ക്. ഇവിടെ ക്ഷേത്രത്തിലെ ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക് എന്നാണ് ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാട്. എല്ലാ ദിവസവും വഴിപാടുകാരുടെ താല്പര്യപ്രകാരം നടത്തുന്നതാണ്. പിന്നെ കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും മൊത്തം 32 ദിവസവും ഈ ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്കായിരിക്കും കത്തിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പാൽപ്പായസ നിവേദ്യം, കദളിപ്പഴം വെണ്ണ നിവേദ്യം, പഞ്ചസാര നിവേദ്യം, മീനൂട്ട് എന്നുള്ളതാണ്. മീനൂട്ട് വിളക്ക് 2500 രൂപയാണ് മുഴുവൻ ചുറ്റുവിളക്ക്. മുഴുവൻ ചുറ്റുവിളക്ക് എന്ന് പറഞ്ഞാൽ തിരുവണ്ണാങ്കുന്ന് ഭഗവതിക്ക്, ശിവന്, ശ്രീരാമന് എല്ലാവർക്കും കൂടി ഒരു ദിവസം കത്തിക്കുന്നതിന് 2500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈൻ മുഖാന്തരം അല്ലെങ്കിൽ ടെലിഫോൺ മുഖാന്തരം ബുക്ക് ചെയ്യാം. പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഞങ്ങൾ വഴിപാട് നടത്തിയിട്ട് പ്രസാദം അയച്ചു കൊടുക്കുന്നു. ഇവിടെ നല്ല പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറാണ്, പിന്നെ ചുക്ക് കാപ്പി എന്നാണ് ഓർമ്മ. പിന്നെ ഉഴുന്നുവട ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ വൈകിയപ്പോൾ തീർന്നതാണ്. പിന്നെ എല്ലാ രാഷ്ട്രീയം പോലെ അമ്മയും മോളും വളരെ പതുക്കെയാണ് ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ കഴിച്ച് കഴിഞ്ഞു. സുന്ദരിമണി 2 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, ദേവട്ടിക്ക് 3 ഇഡ്ഡലി കൊടുത്തിട്ടുണ്ട്. അവർ കഴിച്ച് കഴിഞ്ഞ് ഇതാ വേറെയും ആൾക്കാർ കമ്മിറ്റിയുള്ളവരും പറഞ്ഞവരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ ഒരു തന്നെ ലാസ്റ്റിക്ക് തന്നെയാണ് കേട്ടോ പോയിട്ട് കഴിക്കാനിരുന്നത്. ആൾക്കാർ മറ്റേ തൃപ്പുത്തരി നെൽക്കതിരൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ഇഡ്ഡലിയും ഇതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മീനൂട്ട് നടത്തുന്ന അമ്പലക്കുളം. അത്യാവശ്യം വലിയൊരു അമ്പലക്കുളമാണ്. പിന്നെ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആൾക്കാർ മീനൂട്ട് നടത്തുന്നത്. മീനൂട്ട് എന്ന് പറയുമ്പോൾ ചെറിയ അരിയാണല്ലോ കൊടുക്കണത്. അത് കൊടുക്കണതാണ് കാണുന്നത്. മീനുകൾ അധികം ഒന്നും മുകളിലേക്ക് വന്നിട്ട് കാണാനില്ല കേട്ടോ. ഒരു സൈഡിൽ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. 2-3 കടവുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളൊരു കടവിൽ നിന്നിട്ടാണ് ഇത് മീനൂട്ടൊക്കെ നടത്തിയത്. പറഞ്ഞ പോലെ ഓരോ വർഷം കൂടുന്തോറും ക്ഷേത്രത്തിലെ ആളുകൾ ദർശനത്തിന് കൂടി വരുന്നുണ്ട്. അത് വിശ്വാസങ്ങൾ കൂടിയിട്ട് പിന്നെ ഓരോ വർഷം വന്നൊരനുഭവം പറഞ്ഞിട്ടൊക്കെ ഇപ്പം നമ്മളെ കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് ഭാഗത്ത് മോള് മീനൂട്ട് നടത്തുന്നുണ്ട് കേട്ടോ. ഒരു 4 അമ്പലം ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ടേക്കണത് പന്നിത്തറം ഭാഗത്ത് ആണ് ഒരു അമ്പലം ഉള്ളത്. പിന്നെ പക്ഷെ അത് 4 അമ്പലമായിട്ട് കണക്കാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു 4 അമ്പലം ഈ ചെർളയം ശ്രീരാമസ്വാമി ക്ഷേത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ 4 അമ്പലത്തിൽ പോയ പുണ്യമെന്നാണ് അറിയണത്. കഴിഞ്ഞ വർഷം 2024 കർക്കിടക മാസത്തിൽ ഞങ്ങൾ എടുത്ത വീഡിയോ ആണ്. ഓരോ കാരണങ്ങളാൽ നേരം വൈകി. കുളത്തിലിറങ്ങരുത്, പടവുകൾ വഴുക്കലുണ്ട്, സൂക്ഷിക്കുക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അമ്മയും മോളും മീനൂട്ട് കഴിഞ്ഞിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യം, അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഈ കുന്നംകുളത്ത് ഇത്ര അടുത്ത് ചെർളയത്തൊരു 4 അമ്പലം ഉണ്ടായിട്ട് ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളും ഇത്രയധികം ടൈമോട് വന്ന് സ്പെൻഡ് ചെയ്യണത് ഇപ്പോൾ ഈ കർക്കിടകത്തിൻ്റെ അവസാനത്തിലാണ്. കഴിഞ്ഞ കർക്കിടകത്തിൽ കേട്ടോ, ഈ 2021 കർക്കിടകത്തിലല്ല, അതിന് മുന്നേ. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റേജിൻ്റെ അപ്പുറത്ത് നടപ്പുരയുടെ കാര്യം പറയുന്നില്ലേ. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നാളെ 2021 കർക്കിടകമാണ്. ഇന്ന് 6 മണിക്കാണ് ഇത് പ്രീമിയർ ചെയ്യണത്. ഇതിൻ്റെ നടപ്പുര പണി കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു നവംബറിൽ തീർക്കാമെന്നാണ് വിചാരിച്ചത്.
പിന്നെ ഇവിടുത്തെ എന്തെങ്കിലും നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കോൺടാക്റ്റ് എന്തായാലും കമൻറ്റിൽ വെക്കാം. ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ കിടക്കുന്നവിടെ തന്നെ ഉണ്ട്. അത്യാവശ്യം പഴക്കമുള്ള അമ്പലത്തിൻ്റെ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഓട് വെച്ചിട്ടുള്ള ആ കയറുന്ന സ്ഥലവും നല്ല രസമുണ്ട്. തൂണും പിന്നെ ചേർന്നിട്ടുള്ള കിണറും ദീപസ്തംഭവും ഒക്കെ ഒരു പഴമ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള അമ്പലം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ശ്രീരാമസ്വാമിയോടും ഹനുമാൻ സ്വാമിയോടും നാലമ്പല ദർശനത്തിലുള്ള എല്ലാവരോടും ഇപ്പോൾ ഇവിടെ വേട്ടക്കാരൻ പാട്ട് നടത്താറുണ്ട്, പിന്നെ ഭഗവതി പാട്ട് നടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ഞങ്ങൾ ഇറങ്ങുകയാണ്. സ്വാമിയോട് അനുഗ്രഹം കൊടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. ഇത് അമ്പലത്തിലേക്ക് വരുന്ന ചവിട്ടുപടി. കുന്നോളത്തു നിന്നും ഗുരുവായൂർക്കും വരുന്ന ആളുകൾക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇതിൽ കോണ്ടാക്റ്റ് വെക്കാം. ഇതാ ചവിട്ടുപടി. ഈ ചവിട്ടുപടി ഒന്നും അധികം വലിയ വഴുക്കില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നന്ന് അത്യാവശ്യം വെയിലുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. സാധാരണ കർക്കിടകത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള മഴയൊക്കെ കഴിഞ്ഞ് അതൊന്ന് ഒതുങ്ങിയതിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ ഞങ്ങൾ പോയ സമയം. കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നത്. ദേവുട്ടിയുടെ ഏട്ടൻ അളിയൻ കുറേ കാലമായി ഇങ്ങോട്ടൊന്ന് വന്ന് വീഡിയോ എടുക്കുകയെന്ന് പറയണത്. ഇവിടെ വന്നപ്പോൾ അളിയൻ്റെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു. അതാണ് അവർ വീഡിയോയിൽ ഇത്രയും ടൈം നിന്നിട്ടൊരു 10-20 മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ അവരൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. സുന്ദരിമണി ഫുൾ ഹാപ്പിയാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഇന്ന് കാണുമ്പോൾ ഒരു വർഷം മുന്നത്തെ വീഡിയോ കാണുമ്പോൾ ഞാനാന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ള നല്ല രസകരമായ കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ നമ്മൾ ഇറങ്ങി വരുന്ന അമ്പലത്തേക്ക് വരുന്ന മെയിൻ വഴി. ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രണ്ട് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് അമ്പലത്തേക്ക് പോവുക. ഞങ്ങൾ വരുമ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. സീസണല്ലേ. അപ്പോൾ ശരി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും അമ്പലത്തേക്ക് പറ്റുമെങ്കിൽ പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ ഈ ഫോൺ നമ്പർ വെക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ.